ഈ പരാജയപ്പെടലും നിരസിക്കലൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരുടെയും കരിയറിലും ഉള്ളതാണ്. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഡീൽ ചെയ്തിരുന്നത്? ആ സമയത്ത് നല്ല വിഷമം ഉണ്ടാവും, നല്ല വിഷമം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ വിഷമം അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം ഇതൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെയാണ്. നമ്മളെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരെയും. അത് നമ്മൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഈസിയാണ് അത്, നമ്മളിലേക്ക് ഒതുങ്ങും എന്നുള്ളതാണ്. മറ്റത് കുറച്ചുകൂടെ പാടാണ്. ഈ ഒതുങ്ങൽ ഇഷ്ടപ്പെട്ടിരുന്നോ? ഒതുങ്ങൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരു പോയിന്റ് അത് ഇഷ്ടപ്പെടും. അതിലൂടെ കടന്നു പോകുമല്ലോ എല്ലാ ആർട്ടിസ്റ്റുകളും. പക്ഷേ അത് പിന്നീട് അവരെ നവീകരിക്കുകയാണ് ചെയ്യുക കൂടുതൽ. ആ പെയിൻ ഉണ്ടല്ലോ അത് പിന്നീട് വരും. നമ്മൾ അത് ക്യാമറമാൻ അറിയാൻ പറ്റുമോ, അവർക്ക് ഡെലിവറി ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്. അത് ലെൻസിലൂടെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, അന്ന് ഞാൻ കണ്ടതല്ലല്ലോ ഇത് എന്ന് അവർക്ക് തോന്നും. അത് ഡെപ്ത് വരും നമ്മളുടെ. അത് നമുക്ക് മൂർച്ച കൂടുന്നതാണ് ഒരു വ്യക്തിക്ക്, അയാളുടെ ഉള്ളിലുള്ള ഫയറിന് മൂർച്ച കൂടുന്നതാണ്. അത് വേണം, അതാണ് നമ്മളെ റിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ഒറ്റപ്പെടരുത് എന്നാണല്ലോ പലപ്പോഴും പറയുന്നത്. അതൊക്കെ അങ്ങനെയാണ് പറയുക, പക്ഷേ അങ്ങനെയല്ലല്ലോ. അതൊക്കെ ഉണ്ടാവും. പിന്നെ സക്സസ്സിലാണ് ചിലപ്പോൾ മനുഷ്യർ ഏറ്റവും ഒറ്റപ്പെടുന്നത്. ശരിയാണ്. ഇനി എന്ത് ചെയ്യും? കാര്യം അത് മാത്രമല്ല, ഉള്ളത് ഒക്കെ ഭയങ്കര അൺറിയലുമാവാം, മനസ്സിലായില്ലേ? ഇപ്പോൾ സക്സസ്ഫുൾ ആവുന്നത് കുറച്ചും കൂടെ പ്രയാസമാണ് ഡീൽ ചെയ്യാൻ. അതിന് കുറച്ചും കൂടെ നമ്മൾ ഓക്യുപ്പൈഡ് ആയിരിക്കണം, കുറച്ചും കൂടെ അലേർട്ടായിരിക്കണം. മറ്റത് ഈസിയല്ലേ? ഫെയിലിയർ ഫേസ് ചെയ്യാനാണ് എളുപ്പം. അതല്ല, എനിക്ക് തോന്നുന്നത് പലരും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പുതിയ കാര്യമൊന്നുമില്ല. അതെ നമ്മൾ കുറച്ച് ഫിലോസഫിക്കലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്.